സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലുള്ള ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതി എന്ന് ഡോക്ടർമാർ. നട്ടലിന്റെയും തലയുടെയും പരിക്കുമായി ബന്ധപ്പെട്ട ഉള്ള ചികിത്സയിൽ ആശാവഹമായ പുരോഗതിയാണുള്ളത്. മക്കളെ തിരിച്ചറിഞ്ഞു, മക്കൾ പറഞ്ഞതിനനുസരിച്ച് കൈകാലുകൾ ചലിപ്പിച്ചു എന്നൊക്കെ രാവിലെ ഡോക്ടർമാർ വിശദീകരിച്ചു. ശ്വാസകോശത്തിന്റെ അവസ്ഥ സാരമായി തന്നെ തുടരുകയാണ് എന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. ഇന്ന് രാവിലെ അത് കുറച്ചൊരു 7 മണിയായപ്പോൾ മാഡം അവേക്കായി. അപ്പോൾ നമ്മൾ പറയുന്നതിനോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കാലുകൾ അനക്കാൻ പറഞ്ഞപ്പോൾ കാലുകൾ അനക്കി, ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിച്ചു, കണ്ണ് തുറന്നു. മോൻ ചോദിക്കുന്നതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്തു. റെസ്പോൺസ് മാത്രമേ ഉള്ളൂ. വായിൽ ട്യൂബ് കിടക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ കയ്യിൽ ഷേക്ക് ഹാൻഡ് മുറുക്ക പിടിക്കാൻ പറഞ്ഞപ്പോൾ മുറുക്ക പിടിച്ചു. അപ്പോൾ തലച്ചോറ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങളിൽ നമുക്കൊരു ചെറിയ പുരോഗതി എന്തായാലും ഉണ്ട്, മോശമായിട്ടില്ല. അപ്പോൾ അതൊരു ആശാവഹമായ ഒരു പുരോഗതി തന്നെയാണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ലങ്സ്, അതാണ് നമുക്ക് ഇന്നലെ ഞാൻ പറഞ്ഞ മാതിരി ഒരു ചാലഞ്ചായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്തും ഇന്നത്തെ എക്സ്റേയിൽ നേരിയ രീതിയിലുള്ളൊരു പുരോഗതി കാണിക്കുന്നുണ്ട്. എക്സ്റേയിൽ ഇന്നലെ കണ്ട ഒരു പാച്ച് ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. ആൻഡ് പേഷ്യൻ്റ് ഈസ് സ്റ്റിൽ ഓൺ വെന്റിലേറ്റർ. ഗുരുതരാവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ ഗുരുതരാവസ്ഥ തന്നെയാണ്. അതിൽ നിന്ന് മാറണമെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറി 24 മണിക്കൂർ കഴിയണം ഗുരുതരാവസ്ഥ തടണം ചെയ്തു എന്ന് പറയാനായി. ന്യൂറോളജിക്കൽ സൈഡിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സോ വി ആർ ഹാപ്പി വിത്ത് ദ പ്രോഗ്രസ് ദാറ്റ് ഷി ഹസ് മെയ്ഡ്. ഇന്നത്തെ ഫോക്കസ് അഗെയിൻ പുള്ളിക്കാരുടെ ലങ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വെന്റിലേറ്ററിൽ വരുത്തുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സിനോട് നമ്മൾ കാര്യമായി ഒരു അറ്റൻഷൻ ഇന്ന് കൊടുക്കുന്നുണ്ട്. സോ വരും ദിവസങ്ങളിൽ ഇന്ന് എന്തായാലും വെന്റിലേറ്ററിലേക്ക് തുടരേണ്ട ആവശ്യകതയുണ്ട്. വരും ദിവസങ്ങളിൽ വെന്റിലേറ്ററിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെ നമുക്ക് കുറയ്ക്കാമെന്നും പുള്ളിക്കാരുടെ ബ്രീതിങ് എങ്ങനെ ബെറ്റർ ആക്കാം, മീൻ വൈൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനും എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാനുമുള്ള ഒരു പ്ലാനാണ് നമ്മൾ ഇപ്പോൾ ഫോർമുലേറ്റ് ചെയ്തത്. കണ്ണ് തുറക്കാൻ പറഞ്ഞപ്പം കണ്ണ് തുറന്നു. പിന്നെ പതുക്കെ ഒരു കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ കൈ പൊക്കി. അപ്പോൾ ഞാൻ മറ്റേ കൈയും കൂടെ പൊക്കാൻ പറഞ്ഞു. അപ്പം 2 കൈയും മാറി മാറി പൊക്കി. കാലൊന്ന് പൊക്കാൻ പറഞ്ഞു, കാല് പൊക്കി. പിന്നെ മറ്റേ കാല് പൊക്കാൻ പറഞ്ഞു. പിന്നെ കൈ പിടിക്കാൻ പറഞ്ഞു. കൈ പിടിച്ചപ്പോൾ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാൻ മുറുക്ക പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മ കുറച്ച് മുറുക്ക ട്രൈ ചെയ്തു. അപ്പം ഒരു നല്ലതായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി റിയ ബേബി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. റിയ, ഇപ്പോൾ ഡോക്ടർമാർ സംസാരിച്ചത് കേട്ടു, മകൻ വിഷ്ണു സംസാരിച്ചത് കേട്ടു. ആശാവഹമായ പുരോഗതിയുണ്ട്. പക്ഷേ ഈ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കയും ഡോക്ടർമാർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞു. പക്ഷേ ഇതിൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ ദിവ്യ ഉണ്ണി, അതുപോലെ തന്നെ സിജോയ് വർഗീസ് തുടങ്ങിയവരെയൊക്കെ പോലീസ് വിളിപ്പിക്കും, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകും എന്ന് കേൾക്കുന്നു. അതിനിടെ തന്നെ വേണ്ട രീതിയിൽ വകുപ്പുകൾ, അതായത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി അല്ല കേസെടുത്തതെന്നുള്ള പരാതി ഉയരുന്നുണ്ട്. എന്താണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? അത് തന്നെ ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പുരോഗതി ഉണ്ടായതിൽ വലിയ പ്രതീക്ഷ ഡോക്ടർമാർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള സാഹചര്യമുണ്ടോ എന്നതാണ് അവർ പരിശോധിച്ചു വരുന്നത്. കേസിലേക്ക് കടന്നാൽ ഇതിൽ 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇവന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സംഘാടകരുടെയും ഒപ്പം തന്നെ മറ്റ് ആളുകളുടെയും അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ അടുത്തു നീക്കുമെന്ന് പറയുന്നത് ദിവ്യ ഉണ്ണി, അതോടൊപ്പം തന്നെ സിജോയ് വർഗീസ് എന്നിവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. സംഘാടകരായിരുന്നു സിജോയ് വർഗീസ്. അതിന്റെ രക്ഷാധികാരി എന്ന ചുമതലയായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. എന്തുകൊണ്ടാണ് ഈ അവസാന നിമിഷം ഇങ്ങനെ ഒരു ക്രമീകരണം സ്റ്റേജിന്റെ അടക്കം കാര്യത്തിൽ വരുത്തിയതെന്നതിലാണ് സിജോയ് വർഗീസിൽ നിന്നുൾപ്പെടെ വിശദീകരണം തേടുന്നത്. ദിവ്യ ഉണ്ണി മുഴുവൻ സമയവും ഈ പരിപാടിയിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അവരെ ചോദ്യം ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത മറ്റ് ആളുകളെ കൂടി വിളിച്ചു വരുത്താനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ട്. ഈ മൃദംഗ വിഷ്ണുവും അതോടൊപ്പം തന്നെ ഓസ്കാറിന്റെ പ്രതിനിധികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ ഗുരുതരമായ പിഴവ് സുരക്ഷാ ക്രമീകരണങ്ങളിൽ സംഘാടകർക്ക് സംഭവിച്ചു എന്നത് പരിശോധനാ റിപ്പോർട്ടിലടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് കോൺഗ്രസ് ഇതിലൊരു വിമർശനമായി മുന്നോട്ട് വയ്ക്കുന്നത്. അവർ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഗുരുതരമായ ഒരു അപകടം ഉണ്ടാക്കുന്ന സാഹചര്യം സംഘാടകർ സൃഷ്ടിച്ചിട്ടും ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് അവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് DGPക്ക് അവർ ഗുരുതരമായ വകുപ്പുകൾ ഉൾപ്പെടുത്തണം, കേസ് ഗൗരവത്തോടെ കാണണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും അതുമായി മുന്നോട്ട് പോകുമെന്ന് DCC പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ പോലീസിനെ ആളുകളെ വിശദമായി ചോദ്യം ചെയ്ത് എന്താണ് സംഭവിച്ചതെന്നതിൽ ഒരു വ്യക്തത വരുത്താനുള്ള നീക്കമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്.